നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച മുതൽ 10 ദിവസത്തേക്ക് ഒരു വിപാസന ക്യാമ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ രാഘവ് ചദ്ദ. ദില്ലി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ച സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഈ വിപാസന ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നത് ഏറെ കൗതുകമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡിസംബർ 21 അരവിന്ദ് കെജ്രിവാളിനോട് ഹാജരാവണമെന്ന് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹം വിപാസന ക്യാമ്പിന് പോകുന്നുവെന്ന് പാർട്ടി തന്നെ അറിയിച്ചിരിക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രിയുടെ വിപാസന ക്യാമ്പ് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ് എന്നും അഭിഭാഷകരോട് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുകൂടി രാഘവ് ചദ്ദ പറയുന്നുണ്ട്. വിപാസന എന്ന് പറയുന്നത് ഒരു പുരാതനമായ ഇന്ത്യൻ ധ്യാന രീതിയാണ്. മെഡിറ്റേഷൻ പോലെ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്. ഒരു ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ കടുത്ത ഹനുമാൻ ഭക്തനാണ്. ഒപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഈ വിപാസന ക്യാമ്പിൽ പോകുന്നതിനൊന്നും തടസ്സമില്ല. പക്ഷെ ആ പോകുന്ന തീയതിയാണ് പ്രശ്നം. കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ധ്യാനത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്നത്. എന്തായാലും മുൻ വർഷങ്ങളിൽ ജയ്പൂരിലും ബംഗളൂരുവിലും ഉൾപ്പെടെ അദ്ദേഹം ഇത്തരത്തിലുള്ള വിപാസന ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. എല്ലാ വർഷവും 10 ദിവസത്തെ വിപാസന കോഴ്സ് ചെയ്യുന്ന ആൾ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. ഇത് 2ാം തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇഡിയുടെ ഭാഗത്ത് നിന്നും ഒരു സമൻസ് വരുന്നത്. കഴിഞ്ഞ മാസം നവംബർ 2 അന്വേഷണ ഏജൻസികൾ അരവിന്ദ് കെജ്രിവാളിനോട് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഇത് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ആ ചോദ്യം ചെയ്യലിൽ നിന്നും മുങ്ങുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡിസംബർ 21 വീണ്ടും ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിപാസന ക്യാമ്പിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.